ഇനി നമുക്ക് നമുക്ക് ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞു. സ്കിന്നിൽ എങ്ങനെയോ അത് വൂണ്ട് ഹീലിംഗ്, മുറിവ് എങ്ങനെ ഉണക്കണോ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. ഈ സ്ലൈഡ് അങ്ങനെ തന്നെ കുറച്ച് സമയം കൂടി വെച്ചോളൂ കേട്ടോ. ഓക്കെ, സ്കിന്നിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പലരും ഓയിൽ സ്കിൻ ഉണ്ട്, പല പല വെറൈറ്റി ആയിട്ടുള്ള സ്കിന്നുകളുണ്ട്. ഈ സ്കിന്നുകൾ ഏത് ടൈപ്പിലാണെങ്കിൽ ശരി, ഇതൊരു ട്രീറ്റ്മെന്റ് സ്റ്റൈലിലേക്ക്, ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മൾ കഴിക്കുന്നത് വഴി, ഈ സപ്ലിമെന്റ് കഴിക്കുന്നത് വഴി ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള എന്താണോ അതിലേക്ക് ആവശ്യമുള്ള ഓരോരുത്തരുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് അതിന് വേണ്ടതെല്ലാം കിട്ടുന്നതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ എയും ഇനിയും സിയും കെയും അങ്ങനെ ധാരാളം വൈറ്റമിൻസിനെ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ്. സ്കിൻ കെയറിലേക്ക് നമ്മൾ പോയ പോലെ തന്നെ കാർഡിയോ ഹെൽത്തിലേക്ക് ഞാൻ അടുത്ത് പോകുന്നു. കാർഡിയോ ഹെൽത്തിലേക്ക് പോകുന്ന സമയത്ത് കൊളസ്ട്രോൾ ലെവൽ മാനേജ് ചെയ്യാൻ നോക്കൂ, സിബക്ത്രോണ് കഴിയുന്നുണ്ട്. അതിന്റെ പഠനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്ലഡിന്റെ ലിപ്പിഡ് പ്രൊഫൈൽസ് കറക്റ്റ് ആക്കാനും അതുപോലെ ഹാർട്ടിലെ ഡിസീസിനെ ഇല്ലാതാക്കിയെടുക്കാനും ആർക്ക് പറ്റും? സിബക്ത്രോണിന് കഴിയുന്നുണ്ട്. ഇനി ഞാൻ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒന്നുകൂടെ ഞാൻ പറയാം. സിബക്ത്രോണിന് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ടോട്ടാലിറ്റിയിൽ സപ്പോർട്ട് ചെയ്യാൻ, ഇമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ, അതുപോലെ നമ്മൾ ബൂസ്റ്റിംഗ്, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പലരും കോവിഡ് വാക്സിൻ ഒക്കെ എടുത്തവരുണ്ട്. പലപ്പോഴും നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലിമെന്റുകളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ, നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ബൂസ്റ്റ് ചെയ്യാൻ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ സീന്ന് ടൈപ്പ് ചെയ്യൂ. ഇനി പലപ്പോഴും ഗ്യാസ്ട്രിക്, ഞാൻ നേരത്തെ പറഞ്ഞ വയറുമായി പ്രശ്നങ്ങൾ അല്ലേ, സിബക്ത്രോൺ നമ്മളെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ, ദഹനവുമായിട്ടുള്ള പ്രശ്നങ്ങളെ, അൾസർ പോലെയുള്ള ഉള്ളിലുണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള വയറിളക്കം പോലെയോ അല്ലെങ്കിൽ അതുപോലെ ഇൻഫ്ലമേഷനോ ഒക്കെ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്യാസ്ട്രിക്കുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ് കേട്ടോ, ആന്റി ഏജിങ്. ആർക്കും പ്രായമാകാൻ താല്പര്യമുള്ളവരാരുമില്ല. ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് ഇവിടെ ധാരാളം ഇതിൽ ഫാറ്റി ആസിഡുകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചുളിവുകളോ അല്ലെങ്കിൽ കലകളോ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാമേജിലേക്ക് പോകാതിരിക്കാൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൃതസഞ്ജീവനിയുടെ കാറ്റഗറിയിലാണ് ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏജിങ് ആയിട്ടുള്ള ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് ഇതില് റിങ്കിൾസ് ആയിക്കോട്ടെ, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ സിബക്ത്രോണിന് കഴിയുന്നുണ്ട്. ഈ ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ ധാരാളം, ഇപ്പൊ പലരും ടെൻഷനാണ്, BP ആണ്, അങ്ങനെ പല പല ഇഷ്യൂസുകളാണ്, എനിക്ക് പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു ധാരാളം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ ഡാമേജ് ആവുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ഈ ഇൻഫ്ലമേഷനെ മുഴുവൻ റെഡ്യൂസ് ചെയ്യാൻ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട്, ഒരു കണ്ടീഷൻ ആയിട്ട് നമുക്ക് ഈ ഇൻഫ്ലമേഷൻ ഒക്കെ എന്താണ്, നിരന്തരം നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വരുമ്പോൾ അത് ആർത്രൈറ്റിസ്, നമ്മുടെ ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ നമ്മുടെ ഇൻഫ്ലമേഷൻ കഴിയുന്നുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങളിലേക്ക് എത്താതിരിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ സിബക്ത്രോൺ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഒരു ട്രഡീഷണൽ മെഡിസിൻ ആയിട്ട്, പഴമക്കാര് ഒരു ട്രഡീഷണൽ മെഡിസിൻ ആയിട്ട് ആണ് ഇതിനെ ശരിക്കും കണ്ടതും ഉപയോഗിച്ചതും തോന്നിയത്. അത് വേരിയസ് ആയിട്ടുള്ള വ്യത്യസ്ത ഹെൽത്ത് ചലഞ്ചസിനെ ട്രീറ്റ് ചെയ്യാൻ പണ്ടുകാലം തൊട്ടിട്ട് തന്നെ ഈ സമുദ്രക്കനി അല്ലെങ്കിൽ സിബക്ത്രോൺ മൃതസഞ്ജീവനി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നതാണ്. ഇനി അലർജി ആയിട്ടുള്ള ചില പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഒക്കെ ആർക്ക് പറ്റുന്നുണ്ട്? ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിലേക്ക് നമ്മൾ പോവാണെങ്കിൽ ഈ ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ, കൊളാജിൻ അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന, നമ്മൾ പലരും കൊളാജിൻ വെസ്റ്റീജിന്റെ കൊളാജിൻ ഉപയോഗിക്കുന്ന ആളുകളാണ്. യെസ്, റെഡിയാണോ? കൊളാജിൻ ഉപയോഗിക്കുന്നവരൊക്കെ എന്ന സീന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ, കൊളാജിനെ ഉപയോഗിക്കുന്നവര്. ഈ കൊളാജിനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ കൊളാജിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് അബ്സോർവ് ചെയ്യാൻ ഇതിലെ വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട്. ഇപ്പൊ കൊളാജിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അതുപോലെ അയൺ അബ്സോർപ്ഷൻ, പലപ്പോഴും നമ്മുടെ സ്ത്രീ സഹോദരിമാരുടെ അനിമിക് ആവുന്നുണ്ട്. കാരണം പീരീഡ്സ് വരുന്നു, റെഗുലർ പീരീഡ്സ് ആവുന്നവരൊക്കെ ഉണ്ട് ധാരാളം പേര്. ഇങ്ങനെ വരുന്ന സമയത്ത് അനിമിക് ആവാൻ ചാൻസസ് കൂടുതലുള്ളതുകൊണ്ട് അയണിന്റെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് ബ്ലഡിലേക്ക് കിട്ടാൻ വൈറ്റമിൻ സി ഇതിലൂടെ സഹായിക്കുന്നുണ്ട്.
ഇതിൽ അടുത്തതാണ് വൈറ്റമിൻ ഇ. ഇത് എന്താ ചെയ്യുന്നത്? നമ്മുടെ സെൽസിനെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്താണ് വൈറ്റമിൻ കെ. എന്താണ് വൈറ്റമിൻ കെ? ബ്ലഡ് കോട്ടിംഗ് അല്ലെ? ബ്ലഡിന് ഒരു ക്ലോട്ടിംഗ് ഉണ്ട്. മുറിവായാലോ മറ്റേതെങ്കിലും തരത്തിൽ മുറിവുകൾ ഉണ്ടായാൽ അത് ശരിക്കും അത് ആ ക്ലോട്ടിംഗ് ഉണ്ടാവണം. പക്ഷെ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളിൽ ക്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? ഈ വൈറ്റമിൻ കെ ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. അതുവഴി ബോൺ ഹെൽത്തിനെയും നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോയിനെ സ്മൂത്ത് ആക്കാനും, പലപ്പോഴും നമ്മൾ ഫ്ലാക്സിഡ് ഓയിലൊക്കെ കഴിക്കാറുണ്ട്, ക്രിൽ ഓയിൽ കഴിക്കുന്നവരുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു സപ്പോർട്ടായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? സിബത്രോൺ ഈ വൈറ്റമിൻ കെയിലൂടെ തന്ന് സഹായിക്കുന്നുണ്ട്. ഈ വൈറ്റമിൻ B1 അതായത് തൈമിൻ, ഇതെന്താണ്? നമ്മുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടും നെർവ്സ്, നമ്മുടെ ഞരമ്പിന്റെ ഫംഗ്ഷൻ അല്ലെ, നമ്മുടെ ആക്റ്റീവ് ലൈഫിനൊക്കെ എന്ത് വേണം? ഞരമ്പുകൾക്ക് എപ്പോഴും നല്ല ബലം ഉണ്ടാവണം. ഇത് വൈറ്റമിൻ B1 അല്ലെങ്കിൽ തൈമിൻ ഇതിൽ അടങ്ങിയിട്ടുകൊണ്ട് ഇതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ നമ്മളെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾ കഴിക്കുന്ന എന്ത് സപ്ലിമെന്റ് ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, അതിന്റെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതിന് സഹായിക്കുന്നു വൈറ്റമിൻ